യുഎസ് വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും കരുത്തുറ്റതും ലോകത്തെല്ലാം അറിയുന്നതുമായ ദീർഘദൂര യുദ്ധവിമാനമാണ് B-52 സ്ട്രാറ്റോഫോർട്രസ്. ബോംബർ വിമാനം തകർന്നു വീണു എന്ന വാർത്ത അതിരാവിലെ പുറത്തു വന്നിരുന്നു. ദക്ഷിണ കാലിഫോർണിയയിലെ മൊജാവെ മരുഭൂമിയിലുള്ള എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിൽ 8 പേരുണ്ടായിരുന്നു. ഇവർ 8 പേരും മരിച്ചതായാണ് റിപ്പോർട്ട്. ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിലെ തകരാറാകാം, ചിലപ്പോൾ എഞ്ചിൻ തകരാറാകാം അപകട കാരണമെന്ന് വ്യോമയാന വിദഗ്ധർ സംശയിക്കുന്നു. എന്തായാലും കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ബോംബർ വിമാനം? അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1955 മുതൽ US വ്യോമസേനയുടെ ഭാഗമാണ് ഈ വിമാനം. 8 എഞ്ചിനുകളുള്ള ഭീമൻ തന്ത്രപ്രധാന ബോംബറാണിത്. വിയറ്റ്നാം യുദ്ധം, പേർഷ്യൻ ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധങ്ങൾ, ഇതിലെല്ലാം അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന കയ്യാളായിരുന്നു B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബർ. സാധാരണ 5 പേരാണ് ക്രൂ ആയി ഉണ്ടാകാറുള്ളത്. എന്നാൽ പുതിയ റഡാർ സംവിധാനങ്ങളുടെ പരീക്ഷണ പറക്കലായതുകൊണ്ട് തന്നെ ഇത്തവണ 8 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ ഒന്നായാണ് ഈ ദുരന്തം വിലയിരുത്തപ്പെടുന്നത്. ആണവായുധങ്ങളും സാധാരണ ബോംബുകളും ഇതിന് ഒരുപോലെ വഹിക്കാൻ ശേഷിയുണ്ട്. യുദ്ധങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബോംബറാണിത്. വിയറ്റ്നാം യുദ്ധത്തിൽ അടുത്തിടെ മിഡിൽ ഈസ്റ്റിലുണ്ടായ സംഘർഷങ്ങളിൽ വരെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന കരുത്ത് B-52 വിമാനങ്ങളായിരുന്നു. തകർന്നു വീണ ഉടൻ തന്നെ വിമാനത്തിന് തീപിടിച്ചു. അത് പൂർണ്ണമായും കത്തി അമരുകയും ചെയ്തു. റൺവേക്ക് സമീപമുള്ള മരുഭൂമിയിൽ വലിയ തോതിൽ കറുത്ത പുക ഉയർന്നതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും സൈനികരും ഗവൺമെന്റ് കരാറുകാർ മരണപ്പെട്ടതായി എഡ്വേർഡ്സ് ബേസ് ഡെപ്യൂട്ടി കമാൻഡർ കേണൽ ജെയിംസ് ഹെയ്സ് സ്ഥിരീകരിച്ചു. അപകടത്തിന്റെ തീവ്രത കാരണം ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് വ്യോമസേന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപകടത്തെ തുടർന്ന് എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിലെ റൺവേ താൽക്കാലികമായി അടച്ചു. മറ്റു വിമാനങ്ങൾ വഴി തിരിച്ചുവിടുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം $110 മില്യൺ, അതായത് ഏകദേശം 1065 കോടി രൂപ വില വരുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. പ്രശസ്ത വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് ആണ് B-52 രൂപകൽപ്പന ചെയ്തത്. 1952 ആദ്യമായി പറന്ന B-52 ബോംബർ 1955 US വ്യോമസേനയുടെ ഭാഗമാകുന്നത്. ഏകദേശം 32,000 കിലോഗ്രാം ആയുധങ്ങൾ ഒരേ സമയം വഹിക്കാൻ ഇതിന് സാധിക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി നിരന്തരം നവീകരിക്കുന്നതിനാൽ 2050 വരെ ഈ വിമാനം സേവനത്തിൽ തുടരും എന്നാണ് US വ്യോമസേന വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു നൂറ്റാണ്ടോളം കാലം സേവനം അനുഷ്ഠിക്കുന്ന അപൂർവം യുദ്ധവിമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 8 എഞ്ചിനുകളുള്ള ഭീമൻ വിമാനം. അതിന്റെ ചിറകുകളുടെ നീളം മാത്രം ഏകദേശം 185 അടിയാണ്. വലിപ്പവും വിനാശകാരിയായ ശേഷിയും കണക്കിലെടുത്ത് പൈലറ്റുമാരും സൈനികരും ഇതിനെ ബിഗ് അഗ്ലി ഫാറ്റ് ഫെലോ ബഫ് എന്ന സ്നേഹത്തോടെ വിളിക്കാറുണ്ട്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ 9,000-ലധികം മൈലുകൾ, ഏകദേശം 14,000 കിലോമീറ്റർ തുടർച്ചയായി പറക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. പറക്കലിനിടയിൽ വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.